ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജോസ്ന വ്ലോഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വസ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയാണ് ഗേസ്. അപ്പോൾ ഇതുവരെയായിട്ടും ഈ ഒരു ഐറ്റം കഴിക്കാത്തവർക്കും ഇനി കഴിച്ചവർക്കും ഇനി കഴിക്കാൻ പോകുന്നവർക്കും വേണ്ടിയുള്ള ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഓഫ് ഓൾ, റൈസ് ഒന്ന് മെഷർ ചെയ്യണം. ഒരു ഗ്ലാസ് റൈസിന് 1.5 ഗ്ലാസ് വാട്ടർ എന്നാണ് കണക്ക്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. 1 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു അടി പരന്ന ഒരു പാത്രം എടുക്കുക. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ്, അതായത് ഗാർണിഷ് ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് നമ്മൾ ആദ്യം വറുത്ത് കോരിയെടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നെയ്യ് ഒഴിക്കുന്നു. അതിലേക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും വറുത്ത് കോരിയെടുക്കുക. പിന്നെ നമ്മൾ സ്ലൈസായിട്ട്, അതായത് നേരിയതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള എടുക്കുക. സവാള ഒരു ബ്രൗണിഷ് കളർ ആവണം കേട്ടോ, അധികം കരിഞ്ഞു പോകരുത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കണം. കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ഐറ്റം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു മാസ്റ്റർ പീസ് ഐറ്റമാണ്. കുറച്ച് ഷുഗർ. അപ്പോൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബിരിയാണിക്ക് പലരും ഉപയോഗിക്കുന്നൊരു മാസ്റ്റർ പീസ് സംഭവമാണ് ഈ ഒരു ഷുഗർ ആഡ് ചെയ്യൽ. അപ്പോൾ എല്ലാം വറുത്ത് കോരി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എടുത്ത് തിന്നാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഗാർണിഷിങ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അടുത്തത് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ, ബിരിയാണിയിലെ റൈസ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കുക്കറിലേക്ക് നെയ്യ് ഒഴിക്കുക. പിന്നെ ബിരിയാണി സ്പൈസസ് എല്ലാം കൂടെ അതിലേക്ക് മിക്സ് ചെയ്യുക. കുറച്ച് നേരം അതൊന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ റൈസൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് കൂടെ ഒഴിക്കുക കേട്ടോ. ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിക്കുന്നത്. പിന്നെ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള വാട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഒഴിക്കുക. പിന്നെ അതിന് ശേഷം ഒന്നുകൂടെ ഇളക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർക്കുക. കുക്കർ മൂടിയിട്ട് ഒരു വിസിലിന് വേവിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഒരു ഹാഫ് ലെമൺ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അത് കുറച്ച് നേരം വെക്കുക. അതിനുശേഷം നമ്മളിൽ 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ഉപ്പ് അതുകൂടെ ചേർത്തിട്ട് നല്ലോണം പുരട്ടിയെടുക്കുക. പിന്നെ നമ്മൾ ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള സവാള എടുക്കുക കേട്ടോ. ഞാനിവിടെ 9 സവാളയാണ്, ഇടത്തരം സവാളയാണ് കേട്ടോ. പിന്നെ 3 ടൊമാറ്റോ കൂടി എടുക്കണം. എല്ലാം കൂടി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർണിഷിന് ആവശ്യമായിട്ടുള്ള മല്ലിയില, പുതിനയില, ക്യാരറ്റ് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഒരു വിസ്താരമുള്ള എന്തെങ്കിലും ഒരു കണ്ടെയ്നർ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ കണ്ടെയ്നറിലേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ടിട്ടുണ്ട്. സവാള നല്ലോണം ഒരു ബ്രൗണിഷായിട്ട് വരണം. പിന്നെ അതിന് ശേഷം ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മളതിൽ ടൊമാറ്റോ ആഡ് ചെയ്യുക കേട്ടോ. ടൊമാറ്റോയും ഈ ഒരു സവാളയും കൂടി നല്ലോണം മിക്സായിട്ട് നല്ല പരുവത്തിൽ കിട്ടണം കേട്ടോ. നല്ലോണം വഴന്ന് വന്ന ഈ ഒരു മിക്സ്ചറിലേക്ക് നമ്മൾ അടുത്തത് പൗഡേഴ്സാണ് ചേർക്കാൻ പോകുന്നത്. കാരണം ആ ടൈമിലാണ് ഇത് ചേർക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ അതുകൂടെ ചേർത്തിട്ട് വെന്ത് കിട്ടണം ഈ ഒരു സവാളയും ടൊമാറ്റോയും കൂടെ. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയാണ്. ഒരു പിഞ്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ അതിലിട്ട് ഒന്നുകൂടെ വഴറ്റുക. ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. പിന്നെ നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യുക. ദെൻ ക്ലോസ് ദ ലിഡ്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം അതൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറേ വാട്ടർ ഇങ്ങനെ ഇറങ്ങി വരും. ആ വാട്ടർ കിടന്ന് തന്നെ നമ്മുടെ ചിക്കൻ അങ്ങനെ വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതിൽ ആഡ് ചെയ്യുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ.
എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കി മറിക്കുക കേട്ടോ. നമ്മൾ കൂടുതലായിട്ട് സ്റ്റീൽ കൊണ്ട് ഒരിക്കലും ഇളക്കാൻ പാടില്ല. ഇങ്ങനത്തെ മരത്തിൻ്റെ എന്തെങ്കിലും തവി ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടേ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ചിക്കനെല്ലാം ഉടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മളതിൽ ഒരു പിഞ്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചിക്കൻ അവിടെ റെഡിയാണ്. ഇനി നമുക്ക് ദമ്മിട്ട് തുടങ്ങാം കേട്ടോ. അപ്പം നമ്മൾ ഒരു അടിപരന്ന, അതായത് ഞാനൊരു ചെരുവാണ് എടുത്തിരുന്നത്, അതിൽ നിറയെ നമ്മൾ നെയ്യ് എടുത്തിട്ട് തൂവുക കേട്ടോ. നെയ്യ് തൂവിയിട്ട് അതിൻ്റെ മേലെ റൈസ് ഒരു ലെയറായിട്ട് ഇടുക കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ആഡ് ചെയ്യുക. മല്ലിയില, പുതിനയില, ക്യാരറ്റ്, പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചിക്കൻ ആഡ് ചെയ്യുക. പിന്നെ ഒരു ലെമൺ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ലെയർ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. എത്ര ലെയർ വേണമെങ്കിലും ഈ റൈസിന് ആവശ്യമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ലെയറൊക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. എൻ്റെ ലിഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഞാനിവിടെ ദമ്മിടാൻ വേണ്ടിയിട്ട് കരിക്കട്ടയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം മൂടി തുറന്നപ്പോൾ ഉള്ള ഒരു സ്മെല്ല് എൻ്റെ പൊന്നും, അത് വേറൊരു ലെവലാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ബിരിയാണി സെർവ് ചെയ്യാൻ പോകണം. ഫസ്റ്റ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യും, അതിൻ്റെ മേലെയാണ് ബിരിയാണി ഇടുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചിക്കൻ ബിരിയാണി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ പറയാം കേട്ടോ. ഗേസ്, എൻ്റെ തലശ്ശേരി ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ, ദെൻ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക. പിന്നെ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക ഇഷ്ടമായെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.